ഹലോ ഗൈസ്, ഇത് ശബ്ദം കുറവാണെന്ന് തോന്നുന്നു എനിക്കില്ലേ. ഞാൻ എന്തായാലും ഇച്ചിരി ബിരിയാണി അരിയൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് വേവിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ചിക്കനൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു റൈസാക്കി എടുക്കാമെന്ന്. അപ്പം ഞാനൊരു സവാളയൊക്കെ എടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ കുടഞ്ഞ് എടുത്തു. ഇത് ഡാഡിക്ക് വേണ്ടി മാത്രമാണ്, എനിക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോഴേ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ഗൈസ്. മഞ്ഞ കളറൊക്കെ വേണ്ടേ ചോറിന്, അതിന് വേണ്ടി മാത്രമാണ്. ഇത് നെയ്യൊന്നും ചേർക്കത്തില്ല ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഉണക്കമുന്തിരി ഇടാം ഗൈസ്. ഗൈസ് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഗൈസ്. ഉണക്കമുന്തിരിയാണെങ്കിലും നമുക്കറിയാൻ പറ്റില്ലല്ലോ, നല്ല മുന്തിരിയ സീഡ്ലെസ്. കഴുകിയൊക്കെ ഇടുന്നതാണ് നമുക്കൊരു ഇഷ്ടം. ഒരു ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടുണ്ട് ഗൈസ്, അത് ഞാൻ ബിരിയാണിയിൽ ആഡ് ചെയ്തിട്ട്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കിസ്മത്ത് പണി ബിരിയാണിയിൽ ഇറക്കുന്നത്. എണ്ണ കുറച്ച് മതി ഗൈസ്. എണ്ണ ഒരുപാട് വെച്ചാൽ കൊളസ്ട്രോൾ ഉണ്ട് ഗൈസ്. ഇത് ഞാൻ എപ്പോഴും എടുക്കുന്നൊരു പാത്രമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇതിങ്ങോട്ട് മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഗൈസ് ചോറിടാം ഗൈസ്. വേവിച്ച ചോറ് വേവിച്ച് ഊറ്റിയൊക്കെ വെച്ചേക്കുവാണ് ഗൈസ്. ഡാഡിക്ക് നല്ല വിശപ്പാണ് ഗൈസ്, അതുകൊണ്ട് ഡാഡിക്ക് ആവശ്യമുള്ള ചോറ് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ഗൈസ്. എന്നിട്ടേ ഈ കെച്ചപ്പ് ഉണ്ടല്ലോ, നേരത്തെ കാണിച്ച കെച്ചപ്പ് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഗൈസ്. നമ്മളെ പണി പെട്ടെന്ന് തീർന്നു. കണ്ടോ, കെച്ചപ്പ് ചേർത്ത് സവാള ഇച്ചിരി വെളിയിലോട്ടിരിപ്പുണ്ട് ഗൈസ്. മാറ്റി വെച്ചിട്ടുണ്ട് ഇച്ചിരി. ഇതങ്ങനെ ഇരിക്കുന്നുണ്ടോ അവിടെ ഇരിക്കട്ടത്, ആവശ്യമുണ്ട് ഗൈസ്. അത് നമുക്കിങ്ങനെ ചിക്കൻ പീസ് എടുക്കാം ഗൈസ്. ചിക്കൻ പീസ് എടുത്തുകൊണ്ട് വരട്ടെ. ഞാനിത് ചിക്കൻ കറിയായിട്ടാക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഈ ചിക്കൻ കറിയായിട്ട് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഇവിടെ ഒരു ലെഗ് പീസ് ഉണ്ട് കേട്ടോ. ഈ ലെഗ് പീസ് മാത്രമേ ഡാഡി കഴിക്കൂ. അപ്പം ഈ ലെഗ് പീസിനെ വെച്ചാണ് ഇന്ന് നമ്മൾ പണി. ഉണ്ട്, നല്ല ചാറൊക്കെ ഉണ്ട്, ഇച്ചിരി ചാറും കൂടെ വെക്കും. ലെഗും ഹാൻഡും ഒക്കെയാണ് ഡാഡിയുടെ ഇഷ്ടം. അപ്പം ലെഗും ഹാൻഡും കൂടെ എടുത്ത് ഇതിൽ വെക്കട്ടെ ഗൈസ്, കോഴിയുടെ. ഓക്കെ, ലെഗും ഹാൻഡും വേവിച്ചതെടുത്ത് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇച്ചിരി കെച്ചപ്പും വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമ്മൾ കണ്ടല്ലോ സവാള വെച്ചിട്ടുണ്ട്, ഇച്ചിരി മുന്തിരി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി വേറെ ഒന്നും ചേർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമൊന്നുമില്ല. നല്ല വെന്ത ചിക്കനാണ്. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഈ ചിക്കൻ റെഡിയാണ്. ഞാനൊന്ന് അടച്ച് വെക്കും, അത്രമാത്രം. ഇച്ചിരി കെച്ചപ്പ് കൂടെ ഒഴിക്കട്ടെ, നല്ല മതിരിക്കട്ടെ. ടൊമാറ്റോ അല്ലേ, ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ ഗൈസ്, അടച്ചു വെക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു രുചി ഇല്ലാത്ത സാധനമല്ല, രുചി ഉള്ളത് തന്നെയാണ് ഗൈസ്. നല്ല ബിരിയാണിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് മൂടി വെക്കാം കേട്ടോ. അപ്പോഴേ ഗൈസ് ഞാൻ ഇച്ചിരി സാധാരണ ചോറുണ്ട്. ഞാൻ ചോറ് കഴിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലേ. ഇച്ചിരി ചോറ് കഴിക്കാം ഗൈസ്. വേണ്ട, ഒരു കുഞ്ഞുമാവ തിന്നുന്ന അത്രയും ചോറാണ് കഴിക്കുന്നത്. ഇത്രയും ചോറ് ഇതൊരു കുഞ്ഞുമാവ കഴിക്കും. ആ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ.
ബൗബാ. എന്നിട്ടേ ഗൈസ്, എനിക്ക് ചിക്കൻ്റെ മുതുകില്ലയോ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുതുകിരിക്കുന്നത് കണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ വരുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഈ മുതുകിനെ ഇട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കഴിക്കണം. ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എനിക്ക്. അപ്പം നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തുടങ്ങിയോ, അതോ കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ വരൂ. ഇച്ചിരി ഇച്ചിരി പീസും ഒരു ചിക്കൻ പീസും ഇച്ചിരി ചോറുകൂടെ നിങ്ങൾക്കുള്ളതായത്. അപ്പം എല്ലാ SSLC കുഞ്ഞുങ്ങളും പഠിക്കണേ ഗൈസ്, എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കണം കേട്ടോ നല്ലതുപോലെ. അപ്പോഴേ ഞാൻ ഇത് കഴിക്കട്ടെ ഗൈസ്. നമ്മളെ ചോറ് കണ്ടോ, ഒന്നും കൂടെ അങ്ങോട്ട് സെറ്റായി ഇരിക്കുന്ന കണ്ടോ ഗൈസ്. നന്നങ്ങോട്ട് വേവണം ഈ ചോറൊക്കെ, എനിക്കതാ ഇഷ്ടം. അല്ലാതെ ഇത് കഴിച്ചുകൂടാ. നമ്മളെ ലെഗ് പീസിനകത്തൊക്കെ പൊതിഞ്ഞ് ചോറിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇതങ്ങ് കഴിച്ചാൽ മതി ഗൈസ്. അപ്പോഴേ ഒരു കൊച്ചു കൈ തരാം നിങ്ങൾക്ക്, വെക്കട്ടെ ഗൈസ്. അപ്പം എളുപ്പമാണ്. ചോറ് വേവിച്ച് വെച്ചേക്കുക, മസാല വരട്ടി ഇറച്ചിയും വേവിച്ച് വെച്ചേക്കുക. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണി. ഓക്കേ.